ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഉമ്മച്ചിന്നൊരു കടയിൽ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അവിടെ നിറച്ച് മൺചട്ടികൾ ഇരിക്കുന്ന കണ്ടു കേട്ടോ. അപ്പോൾ ഈ ചട്ടികളുടെ ഭംഗി കണ്ടപ്പോഴും ഞാൻ ആ ചേട്ടനോട് ചോദിച്ചായിരുന്നു, ചേട്ടാ ഞാൻ ഇതൊക്കെ ഒന്ന് വീഡിയോ എടുത്തേക്കട്ടെ എന്ന്. ആൾക്കതൊന്നും ഒരു പ്രശ്നമില്ലാത്തതുകൊണ്ട് ആളെടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ഇല്ല, എനിക്ക് ആ കടയിൽ കയറിയപ്പില്ലേ വളരെയധികം സന്തോഷം തോന്നിയായിരുന്നു. കാരണം അത്രയ്ക്ക് മനോഹരമായ ചട്ടികളാണ് അവിടെ. ഞാൻ ഇതൊന്നും ഇതുവരെയും കണ്ടിട്ടില്ല. നമ്മൾ പ്ലാസ്റ്റിക് ചട്ടിയിലൊക്കെ നമ്മൾ ചെടികളൊക്കെ ഹാങ് ചെയ്ത് വെക്കൂലേ, അതുപോലത്തെ മൺചട്ടിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. അതുപോലെ നമ്മൾക്ക് വെള്ളം ഒഴിച്ച് വെക്കുന്ന കൂജ, പ്രധാനമായിട്ടും പറയാനുള്ളത് അടുപ്പാണ്. എത്ര മോഡലിലുള്ള അടുപ്പാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പിന്നെ എൻ്റെ ഉമ്മച്ചിനെ പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നൊസ്റ്റു അടിക്കും, കാരണം അത്ര മനോഹരമാണല്ലേ. കാരണം പിന്നെ ഞാനൊക്കെ ഒരുപാട് ഈ മൺചട്ടിയിലൊക്കെ കളിച്ചിട്ടുള്ളതാണ്. നമ്മൾ 10-20 വർഷം മുന്നേ ഉള്ള ആ ഒരു ലൈഫിലോട്ടൊക്കെ നമുക്ക് പോകാൻ വേണ്ടി തോന്നും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൺചട്ടികളിലൊക്കെ ഒന്നും കളിച്ചൊന്നും അവർക്ക് ശീലമില്ല. പിന്നെ ഈ അച്ചാറിട്ട് വെക്കുന്ന ഭരണിയുടെ ഒക്കെ പല പല വലുപ്പത്തിലൊക്കെ ഉള്ള ഭരണിയാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇഷ്ടമായതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആനക്കുട്ടി അടക്കം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വളരെയധികം മനോഹരമായിട്ടുണ്ടായ കുട്ടികളെ കാണാനായിട്ട്. ഇതിൻ്റെയൊക്കെ ഒരു മെയിൻ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇതിന് പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് പേരുടെ അധ്വാനമാണ്. പിന്നെ അത് മാത്രമല്ല, ശരിയാണ്, അവിടുത്തെ ഓരോ പ്രൊഡക്ട്സ് കാണുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവരെത്രമാത്രം അതിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇപ്പം ഇത് നോക്കിയ ഒരു ആഷ്ട്രേ ആണെന്നാണ് അത് തോന്നണത്. എനിക്കത് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ കാശി കൊടുക്കുക. പിന്നെ പല വലുപ്പത്തിലാണ് കൂജകൾ. അത് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല ഗൈസ്, അത്ര മനോഹരമായിരുന്നു അവിടുത്തെ ഓരോ പാത്രങ്ങൾ കാണാൻ. നമ്മൾ ഈ കഞ്ഞിയും കറിയൊക്കെ വെച്ച് കളിക്കുന്ന കുഞ്ഞി ചട്ടി മുതൽ വലിയ കലം പോലത്തെ ചട്ടിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഉമ്മച്ചി പറഞ്ഞത്. സത്യം പറഞ്ഞ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്കെല്ലാം കൂടി അങ്ങോട്ട് വാരി പറക്കി എടുക്കാൻ തോന്നി. ഞാൻ മനഃപൂർവ്വം ഇനി ആ വഴി പോവില്ല ഗൈസ്. കാരണം ഇത് കണ്ടാൽ നമ്മൾ വാങ്ങിച്ച് പോകും. കാരണം അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമ്മളൊരു ചട്ടി കണ്ടു, ആ വീഡിയോ അത്രയ്ക്കില്ല. കാരണം പിന്നെ അതുപോലെ തന്നെ ചായ ഒക്കെ കുടിക്കാൻ പറ്റുന്ന കപ്പിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മളെന്നൊക്കെ പറഞ്ഞാൽ ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.